ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന സാമ്പാറാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാൻ ചേർക്കുന്നത് അവസാനമാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സകല പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, കുമ്പളങ്ങ, അച്ചിങ്ങ, അതേപോലെ തക്കാളി, സവാള, അമരപ്പയർ, എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എണ്ണയ്ക്കകത്തൊന്നും വഴറ്റുന്നില്ല പൊടികൾ, ഞാൻ ഡയറക്റ്റായിട്ട് പച്ചക്കറിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 2 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സാമ്പാർ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ വെളുത്തുള്ളി ചതച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം പച്ചക്കറി മുങ്ങത്തക്ക രീതിയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ലെവലിൽ, പച്ചക്കറിയുടെ ആ ലെവലിൽ തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് കിട്ടുകയും ചെയ്യും. ഒരുപാട് അങ്ങ് കുറുകി പോകത്തുമില്ല. നമ്മൾ അഡീഷണലായിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഇതിലേക്ക് പുളിയോ അതേപോലെ കായപ്പൊടിയോ ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. അതൊക്കെ ലാസ്റ്റ് നമ്മൾ താളിച്ചൊക്കെ ഒഴിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പുളിയും അതേപോലെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. ഈ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ പിള്ളേർ കഴിക്കത്തില്ല, കഷ്ണങ്ങളെല്ലാം മാറ്റി വെക്കും. നന്നായിട്ടൊരു ഉടഞ്ഞു പോകത്തക്ക രീതിയിലാണ്. എന്നാൽ നന്നായിട്ടൊന്നും കലങ്ങി പോകത്തില്ല. കഷ്ണങ്ങൾ അതേപോലെ കാണുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ആ രീതിയിലാണ് സാമ്പാർ വേവിച്ചെടുക്കുന്നത്. ഈ താളിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചുവന്നുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലും സാമ്പാർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുളി അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം പൊടിച്ചതാണേ, അതും കൂടെ ചേർത്തിട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാമ്പാറിൻ്റെ മെയിൻ ഐറ്റമായ കായപ്പൊടിയാണ്. അത് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ ആ കറിയിൽ എപ്പോഴും, നമ്മൾ എപ്പോൾ കറി എടുത്താലും ഈ കായത്തിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ നിൽക്കും. അതാണല്ലോ നമുക്ക് സാമ്പാർ കഴിക്കാൻ തോന്നുന്നത്. ഈ കായത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് സാമ്പാർ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപാര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ സാമ്പാർ മാത്രം എടുത്ത് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ചാറൊക്കെ എനിക്ക് ആവശ്യത്തിന് ഉണ്ട്. ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വെള്ളം മാത്രമേ ഉള്ളൂ. അഡീഷണലായിട്ട് വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പം ഈ പറയുന്ന പോലെ ഇതേപോലെ ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക്